ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് തിരുസഭ മാതാവ് ധ്യാന വിചിന്തനത്തിന് നമുക്ക് നൽകുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. കാലം ഏറെ പുരോഗമിച്ചപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരാൽ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മക്കളെയൊക്കെ വളർത്തിക്കൊണ്ട് വരുന്നതും മറ്റൊരാൾ അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഏതൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോഴും ഏതൊരു പ്രസ്ഥാനം നമ്മൾ ഏറ്റെടുക്കുമ്പോഴൊക്കെ നമ്മൾ ആഗ്രഹിക്കുക നമ്മൾ ആ സ്ഥലത്തെ, ആ സ്ഥാപനത്തിലെ, ആ സംവിധാനത്തിലെ അറിയപ്പെടുന്ന ഒരാളാകാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണല്ലോ കോമ്പറ്റീഷനുകളൊക്കെ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയകളൊക്കെ ഇന്നിങ്ങനെ സുലഭമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഒന്നാമതെത്താൻ വേണ്ടി എല്ലാവരും കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരാൽ അറിയപ്പെടുന്ന നല്ലൊരു വ്യക്തി ജീവിതം വളരെ നല്ല കാര്യമാണ്. അത് ഒത്തിരിയേറെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. നമ്മുടെ മക്കളെയൊക്കെ അങ്ങനെ വളർത്തണം. കാരണം ആരും അറിയപ്പെടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. മറ്റുള്ളവരാൽ അറിയപ്പെട്ട് അവരാൽ സ്നേഹിക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഒക്കെ ഉണ്ടാവുക. അല്ലെങ്കിൽ വെറുതെ ജീവിച്ച് മൺമറഞ്ഞു പോകുന്ന ചില ജീവിതങ്ങളായി അവശേഷിക്കുകയുള്ളൂ. അതുകൊണ്ട് അറിയപ്പെടുക എന്നത് നല്ല കാര്യമാണ്. ഇന്ന് ഈശോ സുവിശേഷത്തിൽ പറയുന്ന വലിയൊരു കാര്യമുണ്ട്. മനുഷ്യൻ്റെ ചങ്കിലേക്ക് തുളച്ചു കയറുന്നൊരു കാര്യമാണത്. ഒരുപക്ഷെ സുവിശേഷങ്ങളിൽ വളരെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രമേ ഇത്രയും ക്രൂരമായ ചില വാക്കുകൾ ദൈവം തമ്പുരാൻ ഉപയോഗിക്കാറുള്ളൂ. അതിലൊരു വാക്കാണ്, മക്കളെ, നിങ്ങൾ എൻ്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിച്ച് കാണാം, എൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്തി കാണാം, എൻ്റെ നാമം പറഞ്ഞ് നിങ്ങൾ ജീവിച്ചിട്ടുണ്ടാകാം, ഒരു ക്രിസ്ത്യാനിയാണ് നിങ്ങൾ അഭിമാനിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ്, ഞാൻ നിങ്ങളെ അറിയില്ല. നിങ്ങൾ എവിടുന്നാണ് വന്നേ? നിങ്ങൾ എങ്ങനെയാണ് ജീവിച്ചേ? എന്തിനു വേണ്ടിയാണ് ജീവിച്ചേ? ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്താണ് എൻ്റെ കാര്യം ഒന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ ഒരേ ഒരു കാര്യമാണ്. എന്താണ്? നമ്മൾ മറ്റുള്ളവരാൽ അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലെ ആത്മാവിനെ നമ്മൾ മറന്നു പോകാറുണ്ട്. ഈ ആത്മാവിനെ മറന്നു പോയിട്ടുള്ള അറിയപ്പെടലുകളെല്ലാം അബദ്ധത്തിലേക്കും പരാജയത്തിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കും. നമ്മൾ സ്വാർത്ഥതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടാണ്, അവരുടെ ചോരയിൽ ചവിട്ടിയിട്ടാണ് നമ്മുടെ വളർച്ചകളെങ്കിൽ, അറിയപ്പെടലെങ്കിൽ, മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മുടെ വളർച്ച അത് യഥാർത്ഥ വളർച്ചയല്ലെന്ന് അർത്ഥം. നിങ്ങൾ എൻ്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിച്ച് കാണാം. ഒരുപക്ഷെ എന്നോടൊക്കെ ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്, നീ എൻ്റെ നാമത്തിൽ സുവിശേഷം പ്രസംഗിച്ചു, പക്ഷേ നിനക്കാഗ്രഹം നീ അറിയപ്പെടുക, നിൻ്റെ വാക്കുകളുടെ, നിൻ്റെ വ്യാഖ്യാനങ്ങളുടെ, നിൻ്റെ സാന്നിധ്യങ്ങളുടെ മറ്റുള്ളവർ ആകർഷിക്കുന്നതിനെയൊക്കെ നീ ആഗ്രഹിച്ചു എന്നതാണ് ചോദ്യം. അതല്ല, ഞാൻ പറയുന്ന വാക്കുകളിൽ, ഞാൻ പ്രവർത്തിക്കുന്ന രീതികളിൽ, എൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ യേശുവിനെ എനിക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ട ഒരു പുരോഹിതനാണ്. അതെല്ലാവരോടും അങ്ങനെയാണ് ഈശോ പറയുക. എൻ്റെ നാമത്തിലാണ് നിങ്ങൾ ചെയ്യുന്നത്, പക്ഷേ ആ നാമം മാത്രമേ ഉള്ളൂ, നിങ്ങളാണ് അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഏറ്റവും മഹത്തരമായൊരു വാചകമാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഇന്ന് രാത്രി മകനെ ഘോഷ, നിന്റെ ആത്മാവിനെ ഞാൻ കൂട്ടിക്കൊണ്ടുപോയാൽ നീ സമ്പാദിച്ചതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രിയപ്പെട്ടവരെ, മൺമറഞ്ഞു പോയ അനേകം വിശുദ്ധരുടെ ജീവിതം അങ്ങനെയായിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ വലിയ കാര്യങ്ങളൊന്നും അവർ ചെയ്തിട്ടില്ല. ആരാലും അറിയപ്പെടാൻ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടും ഉണ്ടാകില്ല. അൽഫോൻസാമയുടെയൊക്കെ ജീവിതം നമുക്കറിയാം. ആരാലും അറിയപ്പെടാത്ത നാലുകെട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയൊരു ജീവിതമാണ്. പക്ഷേ ലോകം ഇന്ന് അവളെ സ്നേഹിക്കാൻ കാരണം അവൾ അറിഞ്ഞത് അവളുടെ ദൈവത്തിൻ്റെ മുമ്പിലാണ്. വിശുദ്ധർ അവരെ അറിയിച്ചത് അവർ ദൈവത്തിൻ്റെ മുമ്പിലാണ്. ദൈവത്തെ അറിഞ്ഞവരെ, ദൈവം അറിഞ്ഞവരെ ലോകം എന്നും ആദരിക്കും എന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ വിശുദ്ധരുടെയും ജീവിത ചരിത്രങ്ങൾ. അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനുള്ളത് തന്നെയാണ്. ഈശോയെ, എന്നെ ഒത്തിരി പേർക്കറിയാം, പക്ഷേ എൻ്റെ ഈശോയ്ക്ക് എന്നെ അറിയാമോ? ആ ഒരു ചോദ്യം എപ്പോഴും നമ്മൾ ചോദിക്കണം. ഇന്ന് പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ, ദൈവമേ, എന്നെ എല്ലാവർക്കും അറിയാം. ഞാനിന്ന് ഇറങ്ങാൻ പോവുകയാണ്. എൻ്റെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, എൻ്റെ മക്കൾക്ക്, ഞാൻ കണ്ടുമുട്ടുന്നിടത്ത്, ഞാൻ ജോലി ചെയ്യുന്നിടത്തൊക്കെ എന്നെ അറിയാം. പക്ഷേ എൻ്റെ ഈശോയ്ക്ക് എന്നെ അറിയാം. എൻ്റെ ഈശോയ്ക്ക് അറിയാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളാണ് ഞാൻ ചെയ്യാറുള്ളത്? അതുകൊണ്ടല്ലേ ഈശോ പറഞ്ഞത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ നിങ്ങളെ ഞാൻ അറിയും. വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുത്താൽ നിങ്ങളെ ഞാൻ അറിയും. പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം കൊടുത്താൽ നിങ്ങളെ ഞാൻ അറിയും. വേദനിക്കുന്നവരെ നിങ്ങൾ ആശ്വസിപ്പിച്ചാൽ നിങ്ങളെ ഞാൻ അറിയും. ഒറ്റപ്പെട്ടവന് നിങ്ങൾ കൂട്ടായാൽ നിങ്ങളെ ഞാൻ അറിയും. അല്ലാതെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, മോഹങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചാൽ നിങ്ങളെ ഞാൻ അറിയില്ല. നിങ്ങൾ എവിടുന്നാണ് വന്നേ? ഒരപ്പൻ മകൻ ഒത്തിരി നാൾ വിദേശത്ത് പോയി ജോലി ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ജോലി ചെയ്യുക. തിരിച്ച് കയറാൻ നേരത്ത് അപ്പം പറയാണ്, നീ എവിടുന്നാ?
കാരണം എന്താ? ഈ മകൻ അപ്പനെ പണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പനെ ഫോൺ വിളിക്കാറില്ല, അപ്പൻ പറയുന്നൊന്നും അനുസരിക്കാറില്ല, അപ്പനെ സ്നേഹിക്കാറില്ല, അപ്പന് വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാറില്ല. മകൻ പണം ഉണ്ടാക്കാറുണ്ട്, പക്ഷേ അപ്പനെ അവൻ പരിഗണിക്കാറില്ല. അവൻ പണം ഉണ്ടാക്കുന്നത് അവന് ഭാവിക്ക് വേണ്ടിയിട്ട്, അവൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്, അവന് കാറ് മേടിക്കാൻ വേണ്ടിയിട്ട്, അവന് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൻ പണം ഉണ്ടാക്കി. പക്ഷേ അവൻ്റെ വീട്ടിൽ പാവപ്പെട്ടൊരു അപ്പനുണ്ടെന്ന് അവൻ മറക്കുകയാണ്. അവൻ്റെ വീടിനെക്കുറിച്ച് ചിന്തയുണ്ട്, പക്ഷേ അവൻ്റെ അപ്പനെക്കുറിച്ച്, അമ്മയെക്കുറിച്ച് അവൻ മറന്നുപോയി. അപ്പോഴാണ് തിരിച്ചു വരുമ്പോൾ അപ്പനും അമ്മയും ചോദിക്കുക, നീ എവിടെ നിന്നാണ് വന്നേ? നിന്നെ എനിക്കറിയില്ലല്ലോ. എന്തിൻ്റെ പരാജയം അതല്ലേ? കഷ്ടപ്പെട്ടത് മുഴുവൻ ഈ വീടുണ്ടാക്കാനും കാറ് മേടിക്കാനും നല്ല സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കാനും. പക്ഷേ അവൻ മറന്നുപോയത് അപ്പൻ്റെ ഇഷ്ടങ്ങളോടനുസരിച്ച് ജീവിക്കാനാണ്, അപ്പൻ്റെ ഹിതത്തിനനുസരിച്ച് വളരാനാണ്, അപ്പനെ വേദനിപ്പിക്കാതെ അവൻ്റെ ജീവിതം ക്രമപ്പെടുത്താനാണ്. ആ മറവിയിലാണ് ഈ അപ്പൻ ഈ മകനെ മറക്കാൻ കാരണം. നീ എവിടുന്നാ? ഇത് തന്നെയാണ് ഈശോ നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അവന് വേണ്ടിയിട്ടായിരിക്കാം, പക്ഷേ ഒടുവിൽ അവൻ്റെ ഹിതം തിരിച്ചറിയാതെ ജീവിച്ചാൽ തമ്പുരാൻ നമ്മളോട് ചോദിക്കും, നീ എവിടുന്നാ? നമ്മൾ ഉത്തരം കണ്ടെത്തണം. അതുകൊണ്ട് ഈശോയുടെ മുമ്പിലിരുന്ന് നമുക്ക് ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്നെ അറിയുന്ന, നീ അറിയുന്ന ഒരു നല്ല ആത്മീയ മനുഷ്യനായിട്ട് ജീവിക്കുവാൻ ഈ ദിവസം എന്നെ സഹായിക്കണമേ. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.